കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമല്ലോ. ഇന്ന് ഞങ്ങളൊരു പ്രകൃതിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഒരു പഴയകാല സ്മരണയൊക്കെ ഉണർത്തുന്ന ഒരു ഡിഷ് തയ്യാറാക്കുന്നത്. അതായത് പഴയ എല്ലാ സംഗതികളും പഴമ ഒത്തൊരുമിക്കുന്ന ഒരു ഡിഷാണ്. മൺചട്ടിയിൽ തന്നെയാണത് തയ്യാറാക്കുന്നത്. ചട്ടിച്ചോറെന്ന പേരിൽ അറിയപ്പെടും. പിന്നെ ഞങ്ങളുടെ ഈ ഡിഷ് ഇതേ എല്ലാവരും ഒന്ന് കാണുക. പിന്നെ കണ്ടിട്ട് നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പതിവ് പോലെ അറിയിക്കുക. ഞങ്ങളെ 1 ലാക്ക് അടിക്കുവാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളുമൊക്കെ അറിയിക്കുക. അപ്പം ഞാൻ കയ്യിൽ തന്നെ ഞങ്ങളുടെ ചട്ടിയിൽ ചട്ടിച്ചോറ് വെച്ചിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് കാണുക എന്നിട്ട് ചെയ്ത് നോക്കുക. ഒഴിവുള്ള സമയങ്ങളിലൊക്കെ വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഡിഷായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കുട്ടികൾക്കുമൊക്കെ പഴയ ഓർമ്മകൾ ഉണർത്തും ഇത് കൊടുത്തു കഴിയുമ്പോൾ. അത് പ്രത്യേകിച്ച് ചട്ടിയിൽ തന്നെ വിളമ്പാനും ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ഓരോ ഐറ്റംസായിട്ട് പരിചയപ്പെടുത്തി കളയാം. ആദ്യം ഞങ്ങൾ ഈ ചട്ടിയിലാണ് ചട്ടിച്ചോറ് തയ്യാറാക്കുന്നത്. ആദ്യം ഞാൻ അതിലേക്ക് സ്വല്പം മോരുകറിയുടെ ചാറും കുറച്ച് കഷ്ണം കഷ്ണം ചേർക്കണ്ട, ചാറ് മാത്രം ആദ്യം ഒഴിക്കാൻ ചട്ടിയിലേക്ക്. ഫസ്റ്റ് ടൈം ഒഴിക്കട്ടെ. ആദ്യം ഞാൻ മോരുകറിയുടെ ചാറാണ് ചട്ടിയിലേക്ക് ഒഴിക്കുന്നത്. ക്ലീൻ ആയിട്ടുള്ള മൺചട്ടി കുറിയ ചാറാണ് കേട്ടോ. സ്വല്പം അങ്ങ് നിരത്താം നമുക്കല്ലേ. നിരത്തിയിട്ട് ഇനി ഞങ്ങൾ ചെയ്യാൻ പോണത് സ്വല്പം റൈസ് ഇതിൻ്റെ മീതെ ഇടും. ചാറ് വേണമെങ്കിൽ ഒഴിക്കാം. വേണ്ട, അങ്ങനെ ചാറ് തന്നെയായി കൊള്ളൂല. ചാറ് ഒത്തിരി ആയ ചാറിൻ്റെ ടേസ്റ്റ് കുത്തലാവും. ഇനി നമുക്ക് ചോറ് മീതെ വെക്കാം. ഞാൻ ചോറ് ഇവിടെ ഇരിക്കുന്നത് അങ്ങോട്ട് മാറ്റാം. അവിടെ നിന്നോ, ക്യാമറ അവിടെ വെച്ചോ. ചോറ് മീതെ വെക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോണത് മീൻചാറാണ് കേട്ടോ. ഇതിൻ്റെ മീതെ എപ്പോഴും മീൻചാറാണ് വേണ്ടത്. മീൻചാറ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മീൻചാറിൻ്റെ കൂടെ മുളകിൻ്റെ പീസൊക്കെ വീണിട്ടുണ്ട് കേട്ടോ. പച്ചമുളകിൻ്റെ എരിവ്, പച്ചമുളകിൻ്റെ. നിങ്ങളെ കൊതിപ്പിക്കാനാണ് ഞാൻ ഈ സൂം ചെയ്യണേ. ഇനി നമുക്ക് സ്വല്പം റൈസ് മീതെ ഇടാം. അതെ, അങ്ങനെ മാറി മാറി ഓരോ ലെയറുകളായിട്ട് ഇങ്ങനെ. ഞാൻ മോരുകറിയുടെ കഷ്ണം ഇപ്പം ഇടൂല, ലാസ്റ്റ് ആട്ടം ഇടുകയുള്ളൂ. ചാറ് മാത്രം ഇപ്പോൾ ഒഴിക്കുകയുള്ളൂ. ലെയറുകളായിട്ട് ഇങ്ങനെ ഓരോ കറികൾ മാറി മാറി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊടിക്ക് ചോറിട്ടേച്ച് മീൻചാറ് ഒഴിക്കാം കേട്ടോ. പൊടിക്ക് ചോറ് മതി ഇനി, കാരണം ഒന്ന് മിക്സായി കിട്ടാൻ. പൊടിക്ക് ഒഴിക്കുകയുള്ളൂ ഇതിൻ്റെ മീതെ. കാര്യം വേറെ കാര്യമുണ്ട്, അത് പിന്നാലെ കാണാം. പൊടിക്ക് കണ്ടോ. ഇനി നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഉപ്പ് തൂകി കൊടുക്കാം. ഇതിലേക്കായിട്ടങ്ങ് തൂകാം. കഴിക്കുന്നവർ അത് മിക്സ് ചെയ്തെടുത്തോളണം. അതെ, ഇത്രയും തൂകിയാൽ പോരെ ഉപ്പ്. ഇനി നമ്മൾ ഓരോ കറികൾ സൈഡായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം മെഴുക്ക് വരട്ടി അങ്ങ് ഇടാം. അനക്കിയിട്ടില്ലല്ലോ നമ്മൾ. ബീൻസ് മെഴുക്ക് വരട്ടി നമ്മുടെ. ഇത് ഓരോരുത്തർക്ക് ഏതൊക്കെ കറികൾ വേണമെന്ന് വെച്ചാൽ ഇരിക്കട്ടെ. മെഴുക്ക് വരട്ടി 1. ഇനി നമുക്ക് മീൻ വറുത്തത് വെക്കാം. 2 പീസ് മീൻ വറുത്തത് വെക്കാം. 2 പീസ് അതിൻ്റെ കോമ്പിനേഷൻ. ഒരാക്കടെ ഊണിനല്ലേ. പിന്നെ നമുക്ക് പിക്കിൾ ലാസ്റ്റ് വെക്കാം. മീൻ വെച്ചത് വെച്ചാലോ? വെക്കാം.
ഇച്ചിരി ഞാൻ ക്യാമറ കൊണ്ടുവരേ. ഇച്ചിരി ഗ്രേവി ഒഴിക്കട്ടെ കേട്ടോ. അതെ പോരെ, മതി മതി. ഇനി നമുക്ക് മോര് കറി. അതെ, കഷ്ണത്തോടു കൂടി. പോരെ പോരെ. ഇനി നമുക്ക് ലാസ്റ്റ് നമ്മുടെ പിക്കിള. അതെവിടെ വെക്കണം? സൈഡിൽ ഇവിടെ വെക്കാം. അതെ, ഞങ്ങൾ തന്നെ തയ്യാറാക്കിയ നമ്മൾ ഈ എപ്പിസോഡ് കൊടുത്തായിരുന്നോ ഈ പിക്കിളിൻ്റെ? നമ്മൾ തയ്യാറാക്കിയ വാഴപ്പിണ്ടി പിക്കിളാണ്. വാഴപ്പിണ്ടിയും കാന്താരിമുളകും ചേർത്തുള്ള പിക്കിള്. കാന്താരിമുളക് എടുത്ത് 2 പീസ് ഇട്ടേക്കാം, അല്ലെങ്കിൽ മുളക് കാണൂല. മതി. അതിൻ്റെ ചാറ് ഒഴിക്കണ്ടല്ലോ, വേണ്ട, സ്വല്പം ഒഴിച്ചാൽ തന്നെ. ഞങ്ങൾ 1 2 3 4 ഐറ്റവും ഒരു പിക്കിളുമായിട്ടുള്ള ചട്ടിച്ചോറാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ഓരോരുത്തർക്കുടെ ടേസ്റ്റ് അനുസരിച്ച് ഓരോരോ ഐറ്റംസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. മുട്ട പൊരിച്ച് ഓംലെറ്റ് ഉണ്ടാക്കി വയ്ക്കേണ്ടവർക്ക് ഓംലെറ്റ് ഉണ്ടാക്കി വയ്ക്കാം. തേങ്ങാ ചമ്മന്തി വയ്ക്കേണ്ടവർക്ക് തേങ്ങാ ചമ്മന്തി വയ്ക്കാം. ചിലർ പപ്പടം ഉൾപ്പെടെ ചെയ്യാറുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഈ 4 ഐറ്റം വെച്ചാണ് ഞങ്ങൾ 5 ഐറ്റം അല്ലേ മൊത്തം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും കണ്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. പിന്നെ എല്ലാവരും ഒക്കെ ഒന്ന് പരീക്ഷിക്കുക. ഒഴിവ് ദിവസങ്ങളിലൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. അതെ, വളരെ നൊസ്റ്റാൾജിയ തരുന്ന ഒരു ഡിഷാണിത്. സാധാരണ ചോറും കറിയൊക്കെ തന്നെ, പക്ഷെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ലെയറുകളായിട്ട് ഇതുപോലെ കറിയൊക്കെ ഒഴിച്ച് നമ്മൾ ചോറ് റെഡിയാക്കി കഴിക്കുമ്പോൾ വളരെ നൊസ്റ്റാൾജിയ തരുന്ന ഒരു അനുഭവമാണ്. അതും ഈ മൺചട്ടിയിൽ. പണ്ട് കാലത്തെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു പാത്രമായിരുന്നു മൺചട്ടിയിൽ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വളരെ സൂപ്പർബായിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും ഇത് നൽകുക. ഇനി ഈ കറികളൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണണ്ടേ? ഫിഷ് ഫ്രൈ. അപ്പം അത് ഫസ്റ്റ് ഐറ്റം കേട്ടോ നമ്മുടെ ഉച്ച ഊണിൻ്റെ ഇന്ന്. അതിന് തവയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് അത് വറക്കാനായിട്ട്. വെളാമീനാണ്. അത് വെച്ചിട്ട് ഞാൻ മുക്കാൽ ഭാഗം എടുത്ത് വേവിച്ച് വെച്ചു. പിന്നെ ഒരു 5 പീസ് വറക്കാൻ എടുത്തിട്ടുള്ളൂ. അത് വറക്കാനുള്ള തയ്യാറെടുപ്പാണ്. നമ്മൾ വറക്കാനായിട്ട് എണ്ണ ചൂടായി തവയിലേക്ക് മീൻ വെച്ച് കൊടുക്കുക കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ മതി കേട്ടോ. ഇനി നമുക്ക് ഒരു വശം ഒന്ന് മറച്ചിടാം. കറക്റ്റാ അല്ലേ? കറക്റ്റ് മൊരിയല. നമ്മുടെ മീൻ റെഡി ആയി കഴിഞ്ഞു. ഇത്രയും മൊരിയലിലാട്ടോ നമ്മൾ എടുക്കാറ്. ഡീപ്പായിട്ട് ബ്ലാക്ക് കളർ ആക്കൂല. പാകമായി. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് എണ്ണ വാലാനായിട്ട് നമുക്ക് ഇതിൽ തന്നെ വെക്കാം, ഈ ചട്ടുകത്തിൽ തന്നെ കേട്ടോ. കാണിച്ചു കൊടുക്കാം. ദേ ഓഫ് ചെയ്തു. ഞാൻ കാണിച്ചു തരാം. ഒരു സ്പൂണും കൂടെ എടുക്കണം, എന്നാലും അതിലേക്ക് കയറ്റി അങ്ങ് വെച്ചാൽ മതി. ഇങ്ങനെ എണ്ണ വാർന്നു കഴിഞ്ഞിട്ട് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടിഷ്യൂലേക്ക് വെക്കാം. അപ്പോൾ പൂർണ്ണമായിട്ട് എണ്ണ വലിഞ്ഞു കിട്ടും കേട്ടോ. ഞാൻ ആദ്യം എപ്പോഴും ഇങ്ങനെ വെക്കും. എന്നിട്ട് ഇതിൽ നിന്നൊന്ന് വലിഞ്ഞു കഴിയുമ്പോഴാണ് മറ്റേ പേപ്പറിലേക്ക് മാറ്റണം. അപ്പം അങ്ങനെ വെളാമീൻ റെഡിയായി. ഫിഷ് ഫ്രൈ അല്ലേ? ഇനി നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് കടക്കാം. ഇതൊന്ന് എണ്ണ വാർന്ന് ഇവിടെ നിന്നൊന്ന് മാറ്റട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ചെയ്യാം. ഇനി നമ്മൾ
ഉച്ചത്തേക്കുള്ള ലഞ്ചിനുള്ള സെക്കൻഡ് ഐറ്റം തയ്യാറാക്കുക. അതായത് ബീൻസ് മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കണത്, ഉലർത്ത് കറി. അതിനായിട്ട് ഒരു 1/4 കിലോ ബീൻസ് കഴുകി വാരിയേച്ച് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അത് എങ്ങനെ അരിയണേന്നൊക്കെ ബീൻസ് തോരനും ബീൻസ് മെഴുക്ക് പുരട്ടിയൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ അതിൽ കാണാം. അത് ഒരു 1/4 കിലോ ബീൻസ്. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ. മെഴുക്ക് പുരട്ടി ആകുമ്പോ ക്യാരറ്റ് ചേർത്താ ഞാൻ ചെയ്യാറ് കേട്ടോ. പിന്നെ കുറച്ച് പതിവ് വേപ്പില. പിന്നെ നമുക്ക് ചതയ്ക്കാനായിട്ട് ചുമന്നുള്ളി ഒരു 3-4 ദളം, വലുതായതുകൊണ്ട് 3-4 ദളം എടുത്തിട്ടുള്ളൂ ചുമന്നുള്ളി, ഒരു 3 ദളം വെളുത്തുള്ളി. ഇത്രയല്ലേ ബീൻസ് ഐറ്റം ഉള്ളു. അതാ. പിന്നെ ബീൻസിന്റെ കൂടെ തന്നെ ചേർക്കാനായിട്ട് ഒരു ചെറിയ സവോള ഉള്ളി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിപ്പോ എങ്ങനെയാന്ന് വെച്ചാൽ ബീൻസും സവോള ഉള്ളിയും ക്യാരറ്റും കൂടെ ഒന്നിച്ചിട്ടേച്ച മെഴുക്ക് പുരട്ടിക്ക് ചെയ്യണത്. അപ്പൊ ഞാൻ സെപ്പറേറ്റ് കാണിക്കാൻ വേണ്ടി എടുത്ത് വെച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഉള്ളി മാത്രം വേറെ ചതച്ചെടുക്കണം. അപ്പൊ ഞാൻ ഈ ടൈമിൽ ഉള്ളി ചതച്ചോണ്ട് വരട്ടെ എന്നാ. മെഴുക്ക് പുരട്ടി തയ്യാറാക്കാനായിട്ട് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു. വെള്ളം വലിഞ്ഞു. ചട്ടിയില് വെളിച്ചെണ്ണ ഒഴിക്കും. നമ്മള് വെളിച്ചെണ്ണ കൊണ്ടാട്ടോ ചെയ്യണത് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കണം. ഇത് മതിയാവും. വെളിച്ചെണ്ണ ഇച്ചിരി വേണം. എന്നാന്ന് വെച്ചാൽ വെളിച്ചെണ്ണയിൽ തന്നെ മുരിയുമല്ലേ. വെള്ളം ഒഴിച്ച് വറ്റിച്ചല്ല നമ്മൾ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കണ വെളിച്ചെണ്ണ കിടന്ന് തന്നെ മുരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പൊ അതിൻ്റെതായ വ്യത്യാസം ഉണ്ടാവും. 2 തരം ഉള്ളി ചതച്ചതും വേപ്പില ഞങ്ങളുടെ എണ്ണയിലേക്ക് ഇടുക കേട്ടോ. എണ്ണ മൂത്ത് ഫ്ലെയിം ഞാൻ സിമ്മിലേക്കാക്കി ചതച്ച മുളക് പൊടി ചേർക്കും. അല്ലേ, ഇച്ചിരി ചേർക്കണം. ചതച്ച മുളക് പൊടി, പിന്നെ ഒരു പൊടിക്ക് മഞ്ഞപ്പൊടി, ഒരു പിഞ്ച് അതും ചേർത്ത് 1-2 ഇളക്കുമ്പോഴത്തേക്ക് മുളക് ചതച്ചത് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീൻസ്, ക്യാരറ്റ്, സവോള എല്ലാം കൂടെ ചീനിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മൂടിപ്പൊത്തി വെക്കണം. ഇത് നമ്മൾ ലൈവ് നേരത്തെ പിടിച്ചിട്ടുണ്ട് മെഴുക്ക് പുരട്ടി. പിന്നെയും ലഞ്ചിനുള്ള ഐറ്റം കാണിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്യണമെന്നേ ഉള്ളൂ. മൂപ്പായി നമുക്ക് ഇട്ടാലോ? ഇടാം. എല്ലാം കൂടെ ഒന്നിച്ചാക്കിട്ടോ ഞാൻ ഒന്നയക്കും. ഇനി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് ചേർക്കണം. എന്നിട്ട് നമുക്ക് ഇളക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞ് നമുക്കിപ്പം സിമ്മിലാണ് ഫ്ലെയിം കിടക്കണേ. ആ സിമ്മിൽ തന്നെ ഇട്ട് വേവിച്ചെടുക്കണം. പ്രത്യേകിച്ചൊരു കാരണമുണ്ട് അതിന്. ഞാൻ പറഞ്ഞല്ലോ വെള്ളം ചേർക്കണില്ല. അപ്പം നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ട കടി പിടിച്ച് കത്തിപ്പോവും കറി. ബീൻസ് കത്തിപ്പോവും. അപ്പം നമുക്ക് ഇങ്ങനെ സിം ഇതിൽ കിടന്ന് പതുക്കെ ആവിയിൽ വെന്ത് വന്നോളൂ കേട്ടോ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെക്കണം. ബീൻസ് മെഴുക്ക് പുരട്ടി, വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, വഴുതനങ്ങ മെഴുക്ക് പുരട്ടി എല്ലാം, ഈ കോവയ്ക്ക മെഴുക്ക് പുരട്ടി എല്ലാം ഈ രീതിയിലാട്ടോ തയ്യാറാക്കണത്. അങ്ങനെ നമ്മുടെ ബീൻസ് മെഴുക്ക് പുരട്ടി റെഡി ആയില്ലേ ഈ പാകത്തിന്. അത് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മെഴുക്ക് പുരട്ടിക്ക് ഇട്ടേച്ച് നമ്മൾ അടപ്പ് കൊണ്ട് അടച്ചു വെക്കും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ ഗ്യാസിൽ ആവിയിൽ അത് വേവിച്ചെടുക്കണമെന്ന്. ഇപ്പം സെക്കൻഡ് ഐറ്റം റെഡിയായി. നമ്മൾ ഒരു എത്ര മിനിറ്റ് അങ്ങനെ നമ്മൾ മെഴുക്ക് പുരട്ടിക്ക് ഒരു 8-10 മിനിറ്റ് എന്തായാലും വേണം ആവിയിൽ വേവിച്ചെടുക്കണമല്ലേ. പിന്നെ ബീൻസിൻ്റെ അനുസരിച്ചിരിക്കും. ഇളവൻ ബീൻസ് ആണെങ്കിൽ അത്രയും സമയം വേണ്ടി വരില്ല. ഇച്ചിരിയുടെ മൂപ്പ് കൂടിയ ബീൻസ് ആണെങ്കിൽ കൂടുതൽ ടൈം എടുക്കും. അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ അതും തയ്യാറായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഒപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പെട്ടെന്ന് 1 lakh അടിക്കണ്ടേ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ. ടേക്ക് കെയർ.